സൈബർസിക്കിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ടീം ഇൻസൻ PK എന്ന ഹാക്കർ ഗ്രൂപ്പാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത്. ഹാക്ക് ചെയ്ത ശേഷം പാക് സൈനിക മേധാവി നടത്തിയ വിവാദ ദ്വിരാഷ്ട്രവാദം ഹാക്കർ ഗ്രൂപ്പ് സൈറ്റിൽ പോസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീജിത്ത്, ഈ ഒരു ഭീകരാക്രമണത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഏറെ ഗൗരവകരമായ ഗുരുതരമായ സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഹാക്കിംഗ് സംഭവിച്ചത്? ഇതിനെക്കുറിച്ചുള്ള അധികൃതരുടെ വിശദീകരണം ഏതു രീതിയിലാണ്? തീർച്ചയായും ഇന്ന് ഇന്ത്യ നയതന്ത്രപരമായും സൈനികപരമായും ഏതാണ്ട് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന അന്തരീക്ഷത്തിലാണ് ഇത്തരം നടപടികളുമായി പാകിസ്ഥാനിൽ ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത്. ഇത് ഈ ടീം ഇൻസൈൻ PK എന്ന ഹാക്കർ ഗ്രൂപ്പാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ആർമി കോളേജിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് ഹാക്ക് ചെയ്തതായി വിവരം ലഭ്യമാകുന്നത്. ഇതിൽ ഹാക്ക് ചെയ്ത ശേഷം പാക് സൈനിക മേധാവി നടത്തിയ വിവാദ ദ്വിരാഷ്ട്രവാദം നമുക്കറിയാവുന്നതാണ്. ആ പാക് സൈനിക മേധാവിയുടെ ആ വാദത്തിനും ആ വിവാദ പരാമർശത്തിന് ശേഷമാണ് ഒരുപക്ഷെ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതെന്ന് ഇന്ത്യ ആരോപിച്ചിരുന്നു. അതേ വാദം തന്നെ ഈ വെബ്സൈറ്റിൽ ഹാക്ക് ചെയ്ത ശേഷം അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വാക്കുകളാണ് ഇപ്പോൾ ബ്ലർ ചെയ്ത രൂപത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ അത് കാണിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആ രൂപത്തിൽ കാണിക്കുന്നത്. ദ്വിരാഷ്ട്രവാദവും വിവാദ പരാമർശവും മതപരമായ വിവാദ പരാമർശവും പാക് സൈനിക മേധാവി നടത്തിയിരുന്നു. അതിനുശേഷം ഉണ്ടായ ഭീകരാക്രമണം എന്ന രൂപത്തിൽ ഇന്ത്യ അതിനെ വലിയ രൂപത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതേ രൂപത്തിൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യക്കുള്ള മറുപടി എന്ന രൂപത്തിലായിരിക്കണം ഈ ടീം ഇൻസൈൻ PK എന്ന പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഹാക്കർ ഗ്രൂപ്പ് വെബ്സൈറ്റിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വേണം. നയതന്ത്രപരമായും സൈനിക തലത്തിലും ഇന്ത്യ മുന്നിലെത്തി നിൽക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നടപടി എന്ന് വേണം കാണാൻ. ശരി.